ഹായ് നമസ്കാരം. മേവൽക്കാരൻ ബൈജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. കാരണം ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ ഒന്ന് മനസ്സിലാക്കി ചെറിയൊരു കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ ഈ ഒട്ടനവധി കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാം അധികാരികളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാകാതെ പോകുന്ന ചില ഡ്രൈവർമാരുണ്ട്. അതായത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രാത്രി യാത്രയ്ക്കിടയിൽ ബ്രൈറ്റ് ലൈറ്റുകൾ ഡിം അടിക്കാതെ മറ്റു വാഹനക്കാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് മറ്റുള്ളവരെയും സഹകരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ദൃശ്യത്തിലേക്ക് കാണിക്കാം. എനിക്ക് വന്ന അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ വയ്ക്കുന്നത്. കാരണം ആ വാഹനത്തിൻ്റെ ബ്രൈറ്റ് അവർ ഡിം അടിക്കാത്തതിൻ്റെ ആ പോരായ്മകൾ മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അത് കാണിക്കുകയാണ് കേട്ടോ. വീഡിയോ കാണുന്നവർ അത്യാവശ്യം ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇതുകൊണ്ടോ, ഇത് കണ്ടല്ലോ, ട്രാൻസ്ഫർ ഇത് കണ്ടോ, അവരുടെ ഇത് കണ്ടോ, എന്ത് ബുദ്ധിമുട്ടായി ഓവർടേക്ക് വരുന്നുണ്ടോ. ഞങ്ങളെ കൊല്ലാൻ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ പലപ്പോഴും, കാരണം എല്ലാവരും അത്യാവശ്യക്കാരാണേ. പക്ഷേ ഇവര് ഈ ട്രാഫിക് ഒഴിവായി കിട്ടണമെന്നുള്ള ധൃതി വെച്ച് പോകുന്ന, പക്ഷെ ധൃതി വെച്ച് പോകുമ്പോൾ അവര് ഇവിടെ ഈ മേഖലകളിൽ ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ അമിത വേഗതയും ശ്രദ്ധാക്കുറവും മൂലം തന്നെയാണ് ഉണ്ടാകുന്നത്. ഞാൻ അവിടെ നമുക്ക് ഒരു പരിഗണന പോലും ചെല്ലുവണ്ടിയല്ലെന്നുള്ള ധാരണയാണ്. ഒരു ബൈക്കാർ അതിൻ്റെ ഇടയ്ക്ക് വാഹനങ്ങൾ ചെയിനായിട്ട് വരുമ്പോൾ ഇപ്പൊ രാത്രിയിൽ തടിനോടും മറ്റു കാര്യങ്ങളൊക്കെ വണ്ടികളൊക്കെ വരുന്നതാണ്. അപ്പോൾ ടൂ വീലർ പരമാവധി സൂക്ഷിച്ച് വരികയാണ്. അതെ, ട്രാൻസ്പോർട്ട് നമുക്ക് ചെറിയൊരു ഇതെടുത്തു. നിശബ്ദമായി കിടക്കുന്ന നമ്മുടെ മുറിഞ്ഞുപുഴ വെള്ളച്ചാട്ടം.